നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെയോ നിങ്ങളുടെയോ വീടിന് സമീപത്തോ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അത്രമാത്രം കേരള ജനതയെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. താമരശ്ശേരിയിൽ ആഷിഖ് എന്ന് പറയുന്ന ഒരു പയ്യൻ, 25 വയസ്സുള്ളവൻ, സ്വന്തം അമ്മയെ വെട്ടി കൊലപ്പെടുത്തി. കാരണം അമ്മയുടെ സ്വത്ത് വിറ്റ് മകന് പൈസ കൊടുക്കാത്തതിന്. ആ പൈസ കൊണ്ടുപോയി കമ്പനി തുടങ്ങാനോ ജോലി വാങ്ങുവാനോ അതെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ അല്ല, പകരം രാസലഹരി കഴിക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ആ ചെറുപ്പക്കാരന് മുമ്പിലുള്ളൂ. ഈ അമ്മ കഴിഞ്ഞ കുറേ നാളായിട്ട് അർബുദ രോഗബാധിതയാണ്. അമ്മയോട് കുറേ നാളായിട്ട് ആ പയ്യൻ ആഷിഖ് സുബൈദ എന്ന അമ്മയോട് പറയുന്നുണ്ട്, അവൻ്റെ ഓഹരി ഞാൻ കൊടുക്കാൻ, അല്ലെ അമ്മയുടെ ഓഹരി വിറ്റിട്ട് ആ പൈസ അവന് കൊടുക്കണം, അവൻ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇവന് ലഹരിക്ക് അടിമയായതിനു ശേഷം +2 പഠിക്കാൻ ചെല്ലുന്ന സമയത്താണ് ലഹരിക്ക് അടിമയാകുന്നത്. ആ സമയത്ത് അതിന് ശേഷം അവനെ എഞ്ചിനീയറിങ്ങിന് വിട്ടു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെന്ന് തോന്നുന്നു. വിട്ടതിന് ശേഷം ആ ലഹരിക്ക് അടിമയായതിനു ശേഷം ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഡി അഡിക്ഷൻ സെൻ്ററിൽ ചികിത്സിപ്പിച്ചു. ചികിത്സ കഴിഞ്ഞ് നാട്ടിൽ വന്ന ഒരു കുഴപ്പമില്ലായിരിക്കുന്ന സമയത്താണ് ഈ അടുത്ത ദിവസങ്ങളിൽ കൂട്ടുകാരോടൊപ്പം പുറത്തു പോയി. പിന്നീട് വന്നതിന് ശേഷമാണ് ഈ വിഷയം ഉണ്ടാകുന്നതും തൊട്ടടുത്ത വീട്ടിൽ പോയി കുളിവാൾ വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം അമ്മയെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് ഒരു പയ്യനെ, ഒരു ചെറുപ്പക്കാരനെ ഒരു കൊലയാളിയാക്കി തീർക്കുന്നതിലേക്ക് നമ്മുടെ ലഹരി എത്രമാത്രം വ്യാപനം നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലും അല്ല നേരിട്ടും കണ്ടു, കുണ്ടറയിൽ സ്വന്തം അമ്മയെയും അപ്പൂപ്പനെയും കൊന്നിട്ട് ആ അമ്മയുടെ ATM അക്കൗണ്ടിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് 2000 രൂപയും പിൻവലിച്ച് അങ്ങ് കാശ്മീരിൽ പോയി അവിടെ സുഖവാസം അനുഭവിച്ചു വന്ന മകനെ കേരള പോലീസ് പിടിച്ചുകൊണ്ടുവന്നു. ഇതേ ലാഘവത്തോടുകൂടി, ഇതേ ധൈര്യത്തോടുകൂടി, ഇതേ ആത്മാർത്ഥതയോടുകൂടി കേരള പോലീസും എക്സൈസ് വകുപ്പും വിചാരിച്ചാൽ ഇവിടെ ഒരു ലഹരിയും ഉണ്ടാകില്ല. ഉള്ള ലഹരിക്കാരനെയൊക്കെ പിടിച്ചകത്തിടാനും സാധിക്കും. ഓരോ ലഹരിയുടെയും, കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും MDMAയുടെയും മറ്റ് രാസലഹരിയുടെയും പിന്നാമ്പുറം തേടിപ്പോയാൽ രാഷ്ട്രീയക്കാരൻ്റെ കയ്യിൽ ചെന്ന് എത്തുന്നതുകൊണ്ടും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവുള്ളത് കൊണ്ടുമാണ് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ എക്സൈസുകാരും അതിനെതിരെ പ്രവർത്തിക്കാത്തത്. ഒരു തുള്ളി മദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഇതെവിടുന്ന് ലഭിക്കും? അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കുവാൻ വേണ്ടി ഇപ്പം ബ്രൂവറിയും ഡിസ്റ്റിലറിയും കൊടുക്കുന്ന യുവ എക്സൈസ് മന്ത്രിയാണുള്ളത്. അതിനെപ്പോലും അയാൾ ന്യായീകരിക്കുകയാണ്. ആത്മാർത്ഥമായി പറഞ്ഞ, അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞാണ് അയാൾ എന്ന് അദ്ദേഹത്തെ സൂചിപ്പിച്ച അത്രമാത്രം വിഷമം ആ മനുഷ്യനോടുള്ളത് കൊണ്ട് മാത്രമാണ് പറഞ്ഞത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വീടുകളിലും സ്കൂളുകളിലുമാണ് ഏറ്റവും കൂടുതലുള്ളത്. 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കാലം, അല്ലെങ്കിൽ 11 വയസ്സ് മുതൽ ശേഷമുള്ള കാലങ്ങൾ കുഞ്ഞുങ്ങൾ എന്തും ചെയ്യാനുള്ള ധൈര്യവും ഒത്തിരി സ്വപ്നങ്ങൾ കാണുകയും റിസ്ക്കുള്ള ജോലി ചെയ്യാനും താല്പര്യപ്പെടുന്ന സമയമാണ്. ഈ സമയത്താണ് രാസലഹരിയുമായി സ്കൂളിൻ്റെ ഗ്രൗണ്ടുകൾക്കുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ യുവ നേതാക്കന്മാർ പോലെ വരുന്നത്. നാം കണ്ടിട്ടുണ്ട്, യുവ നേതാക്കന്മാർ വേദിയിൽ മദ്യപിച്ച് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഏത് ലഹരി പിടിച്ചാലും പോലീസ് സ്റ്റേഷനിലും എക്സൈസിലും ചെല്ലുന്നത്, എക്സൈസുകാരുടെ ചെല്ലുന്നത് രാഷ്ട്രീയക്കാരാണ്. ഇവർക്ക് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? അപ്പോൾ ഇവർക്ക് എന്തൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ സ്കൂളിൻ്റെ അടുത്ത് വിൽക്കുന്ന കടകളിൽ വിൽക്കുന്ന ചില പശ മണമുള്ളതാണ്. ഈ പശ പോലും പല കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മിഠായി, അങ്ങനെ പല സാധനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ലഹരി അടിച്ചേൽപ്പിക്കാനുള്ള പ്രാഥമിക കാര്യങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ പിൻപുറത്തിലാണ്, ആ രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ബിയർ പാർലറുകളും വൈൻ പാർലറുകളും കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരി മാഫിയയ്ക്കുള്ളിലേക്ക് പടച്ചുവിടുന്നത്, അല്ലെങ്കിൽ അവരെ തള്ളിവിടുന്നത് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ തന്നെയാണ്. മറ്റൊരു പണി അറിയാത്ത കുറേ ആൾക്കാരെ പിടിച്ച് മന്ത്രിയാക്കി വെച്ചേക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ സംഭവിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നാൽ, സ്കൂളിൽ പോകുമ്പോൾ അവൻ്റെ ബാഗിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. തിരിച്ചു വരുമ്പോൾ അവൻ്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് പരിശോധിക്കുക. അതുപോലെ അവൻ ഉപയോഗിക്കുന്ന മൊബൈൽ വന്നതിന് ശേഷം കൂടുതൽ കണക്ഷൻസ് ഉണ്ടാവുകയും ആ കണക്ഷനിലൂടെ ലഹരിയിലേക്ക് എത്തുവാൻ സാധിച്ചു. അവൻ്റെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നിങ്ങൾ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കുക. സ്കൂളും ട്യൂഷൻ ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞ് വീട്ടിലെത്തുവാൻ കുഞ്ഞിനെ പരമാവധി പ്രേരിപ്പിക്കുകയും അതിനെ പിന്തുടരുകയും അവനെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന നിങ്ങളുടെ കുഞ്ഞ് നാളെ നിങ്ങളുടെ കൊലയാളിയായി മാറുമെന്നുള്ള കാര്യം ഇന്ന് ഓരോരുത്തരും ഓർക്കുന്നത് നല്ലതായിരിക്കും.
ഇതെനിക്ക് സംഭവിക്കില്ല, എൻ്റെ വീട്ടിൽ സംഭവിക്കില്ല എന്ന് ആരും വിചാരിക്കണ്ട. നിങ്ങളുടെയും എൻ്റെയും കുഞ്ഞുങ്ങളെ വട്ടമിട്ടുകൊണ്ട് അവരുടെ ചുറ്റിൽ ഇത്തരം കഴുകന്മാർ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. സർക്കാർ ഇവിടെ എക്സൈസുകാരെ കൊണ്ടാണ് ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നത്. വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നല്ല ഞാൻ പറയട്ടെ, എക്സൈസുകാർക്ക് ചെയ്യുന്നതിന് യാതൊരു ധാർമ്മികമായ അവകാശവുമില്ല. കാരണം അവർ ലഹരിക്കാരൻ്റെ നിന്ന് കൈക്കൂലി മേടിക്കുന്നവരാണ് പല ഉദ്യോഗസ്ഥന്മാരും. പല ഉദ്യോഗസ്ഥന്മാരും മദ്യപിച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ എടുത്തുകൊണ്ട് പോകുന്ന സാമ്പിളിനൊപ്പം കൂടുതൽ കള്ളും മദ്യവും പലയിടത്തും നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഇവർക്ക് എല്ലാ മാസങ്ങളിലും മാസപ്പടി ലഭിക്കുന്നുണ്ട്. ഈ മാസപ്പടിയും മറ്റുള്ളതുകൊണ്ടാണ് ഇവർ പിടിക്കാത്തത്. പിടിച്ചാൽ തന്നെ എന്താണ് കാര്യം? പിടിച്ചാൽ തന്നെ അപ്പോഴേ അവനെ പുറത്തു വിടുകയാണ്. ഒരു തുള്ളി, ഒരു ഗ്രാം കഞ്ചാവും കൊണ്ട് പോയാൽ പോലും അവനെ പിടിച്ചകത്തിടാൻ സാധിക്കണം. അങ്ങനത്തെ നിയമം മാറ്റേണ്ടിയിരിക്കുന്നു. എം എൽ എമാരുടെയും ജനപ്രതിനിധികളുടെയും മക്കൾ വരെ കഞ്ചാവ് കേസിലൊക്കെ പ്രതിയായി വരുമ്പം അവർ ഗ്രീൻ ടീ കുടിച്ചാണെന്ന് ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ദയനീയമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവ കഴിക്കുമ്പോൾ നമ്മുടെ മാനസിക തലത്തിൽ എന്തും ചെയ്യാനുള്ള ഒരു ഉണർവും അതുവരെ ചെയ്യാതിരുന്ന പല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു അവസ്ഥയും ഉണ്ടാക്കിയെടുക്കും. ഈ വസ്തുക്കൾ കുട്ടികൾക്ക് കുറേശ്ശെ കൊടുത്തിട്ടാണ് പല പെൺകുട്ടികളെയും ഈ പറയുന്ന രീതിയിൽ പീഡനത്തിന് ഇരയാക്കുന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമ്മളിതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മൾ വാട്സപ്പിൽ സാധനം വരുമ്പോൾ നമ്മളിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടേയിരിക്കും, അയച്ച് രസിക്കും. നമ്മൾ മറ്റൊരാൾ അയക്കും, അയ്യോ ഒടി അങ്ങനെ പറ്റിയല്ലോ എന്ന് പറയും. പക്ഷേ ഇതിന്റെ യഥാർത്ഥ വസ്തുത നിങ്ങളുടെ വീടുകളിലാണ്, നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്നാണ് സംഭവിക്കുന്നത് മനസ്സിലാക്കുക. സ്കൂൾ അധ്യാപകർ നിർബന്ധമായി എല്ലാ കുട്ടികളുടെയും സ്കൂൾ ബാഗുകൾ പരിശോധിക്കാൻ അവസരം ഉണ്ടാക്കണം. അവരുടെ ബാഗ് പരിശോധിക്കട്ടെ ടീച്ചർമാർ അതിനകത്ത് വേറൊന്നും ചെയ്യുന്നില്ലല്ലോ. അതിന് അവരെ അനുവദിക്കണം. അതിന് വേണ്ട രീതിയിൽ PTA വളരെ സുസജ്ജമാവേണ്ടിയിരിക്കുന്നു. കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിട്ടതിന് ശേഷം TC വാങ്ങാൻ വേണ്ടിയല്ല അച്ഛൻ പോകേണ്ടത്, അല്ലെ അമ്മ പോകേണ്ടത്. നിരന്തരം സ്കൂളുമായി നല്ല ബന്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ കുട്ടികൾ പോകുന്ന സ്ഥലം, നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാർ, ഇവരൊക്കെ നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നാളെ രാവിലെ ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലും ഉണ്ടാകുമെന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. ആർക്കും ആരെയും കൊല്ലാമെന്ന അവസ്ഥയിൽ നിന്ന് മാറി, ആർക്കും ആരെയും എന്ത് ചെയ്യാമെന്ന അവസ്ഥയിൽ മാറി, സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വ വികസനം സ്കൂൾ തലത്തിൽ അനിവാര്യമായിരിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക. അതിനുശേഷം ഇത്തരം സമൂഹ മധ്യത്തിൽ നന്മ വിതയ്ക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത്. സ്കൂൾ വിട്ടതിന് ശേഷം മണിക്കൂറുകളോളം സ്കൂൾ ഗ്രൗണ്ടുകൾക്ക് സമീപമുള്ള കടകളിൽ കറങ്ങിടക്കുന്ന പല കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള ഷിഫ്റ്റ് കഴിഞ്ഞിട്ടും കുട്ടികൾ വീട്ടിൽ പോകാതെ വൈകിട്ട് 5 മണി 6 മണി വരെ അവിടെ കറങ്ങിയിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചോദ്യം ചെയ്ത പ്രിൻസിപ്പലിനോട് ചോദിച്ചത്, നിങ്ങൾക്ക് എന്താ വേണം, ഞാൻ എൻ്റെ മോനെ നോക്കിയോളൂ എന്ന് അമ്മ ഒരിക്കൽ പറഞ്ഞത്. അപ്പം അങ്ങനെ ആവരുത്. നിങ്ങളുടെ കുട്ടികൾ, നമ്മുടെ കുട്ടികളെല്ലാം നല്ലവരാണ്, മോശമല്ല. അവരിത്തരം ചീത്ത കൂട്ടുകളിൽ ചെന്ന് പെടുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളിൽ എടുത്തു ചാടുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങളായാലും എൻ്റെ കുഞ്ഞുങ്ങളായാലും മറ്റൊരാളുടെ കുഞ്ഞുങ്ങളായാലും ഇനി സംസാരിക്കുമ്പം, കുഞ്ഞുങ്ങളെന്ന് മാത്രമല്ല ആരോട് സംസാരിക്കുമ്പോഴും ഒരു നിശ്ചിത അകലം പാലിച്ച് നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ജീവൻ പോകുന്ന അറിയത്തില്ല. കുറഞ്ഞൊരു 10 അടി അകലെയെങ്കിലും നിന്ന് സംസാരിക്കണം. ഒരു കമ്പി കൊണ്ട് അടി കിട്ടാത്ത അകലത്തിൽ നിന്ന് വേണം ഒരാളോട് സംസാരിക്കാൻ എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് വീടുകളിലും സമൂഹത്തിലും. ഇതിൻ്റെ കാരണക്കാർ നിയമം നടത്തേണ്ട പോലീസും അവരെ നിയന്ത്രിക്കേണ്ട സർക്കാരുമാണ്. സർക്കാരിൻ്റെ കള്ള് കച്ചവട പരിപാടി ആദ്യം അവസാനിപ്പിച്ചാൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ലഹരി കൊണ്ടുനടന്ന് വിൽക്കുന്നവനെ പിടിച്ചകത്തുന്നതിന് പകരം അതിൻ്റെ ഉറവിടം കണ്ടെത്തുവാൻ നിങ്ങൾ സാധിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കാക്കി ഇട്ടുകൊണ്ട് നടക്കുന്നതാണോ ചോദിക്കാനുള്ളത്. പോലീസുകാരൻ്റെ കിട്ടിയ 16 വയസ്സുകാരനെ ഇടിച്ചൊരു മറ്റൊരു വാർത്ത ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് ജനങ്ങളെ വെറും വിഡ്ഢികളാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നിലനിൽക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ തുറമുഖങ്ങളിൽ കൂടെ വരുന്ന ചരക്ക് കപ്പലുകളിൽ കൂടെ രാസലഹരി വരുന്നില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പാക്കാൻ സാധിക്കും. നാം നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അന്യ സംസ്ഥാന ബസ്സുകളിലൂടെ, ട്രെയിനിലൂടെ, നമുക്ക് വരുന്ന മലക്കറികളിലൂടെയൊക്കെയാണ് ഇവ കൂടുതലും നമ്മുടെ സംസ്ഥാനത്തെ കടന്നു വരുന്നത്. മലക്കറി കച്ചവടക്കാർ എത്ര പെട്ടെന്ന് പണക്കാരാവുന്നതിൻ്റെ പിന്നിലെ രഹസ്യവും ഇതാണെന്ന് പണ്ടൊരിക്കൽ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ചെറിയൊരു കടയും കൊണ്ട് നടക്കുന്ന മലക്കറി കച്ചവടക്കാർ വലിയ ഹോൾസെയിൽ കടയിലേക്ക് മാറുമ്പോഴും, ഹോൾസെയിൽ കടകൾ പലതാവുമ്പോഴും അവൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നതിൻ്റെ കാരണം ചിന്തിച്ചു നോക്കിയാൽ തക്കാളി അളിഞ്ഞതിൽ നിന്നുള്ള ലാഭമല്ല, ഇത്തരം ലഹരികൾ സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവരും ഒരു ഘടകമായി നിന്നോ ചാലകമായി നിന്നോ വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ സ്കൂൾ അധ്യാപകർക്ക് അധ്യാപക സംഘടനകളുണ്ട്. നിങ്ങളുടെ കാര്യം എല്ലാ മാസവും ശമ്പളം കിട്ടും എന്നതിലുപരി നിങ്ങൾ പഠിപ്പിച്ചു വിട്ട ഒരു കുട്ടി ഇതേലത്തെ കേസിൽ പ്രതിയായി ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ സ്കൂൾ തലത്തിൽ നിങ്ങൾ ഇതിന് അനിവാര്യമായ രീതിയിലുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യണം. നിങ്ങൾ ഈ നിരന്തരം കുട്ടികളെ ഫോളോ അപ്പ് ചെയ്യണം.
മാന്യമായി വസ്ത്രം ധരിക്കുവാനും മാന്യമായി തലമുടി വെട്ടുവാനും മാന്യമായി ജീവിക്കുവാനും അവനെ സമൂഹത്തിന് മുമ്പിൽ ഒരു ഉത്തമ പൗരനാക്കി മാറ്റുവാനും നിങ്ങൾക്ക് സാധിക്കും. മണിക്കൂറുകൾ സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങൾ, മണിക്കൂറുകളോളം എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് ഇനി ഒരമ്മയും ഒരച്ഛനും രാസലഹരിയിൽപ്പെട്ട് മരിക്കാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കാം. നന്ദി, നമസ്കാരം. വീഡിയോ ഷെയർ ചെയ്യുക.